ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ലാത്തൊരു പലഹാരമാണ് പാലാട. നിങ്ങളൊക്കെ ഇത് കേട്ടിട്ടുണ്ടാവും, ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നത് ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട്. അതിന് മിക്സിയിലേക്കിട്ട് അരച്ചെടുക്കണം. പച്ചരിക്കൊപ്പം തേങ്ങയും ഒരു പിടി തേങ്ങ, അത് നല്ല പച്ച തേങ്ങയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പച്ച തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. നല്ല അപ്പത്തിനൊക്കെ അരയ്ക്കുന്നില്ലേ, അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കാനുള്ളത്. അതായത് മാവ് ചൂടായി പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ട കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 1 മുട്ട എന്ന കണക്കിനാണ്. അപ്പം ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്തത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചൂട് ചേർത്ത് അപ്പോൾ തന്നെ നമ്മളത് ഉണ്ടാക്കിയെടുക്കുകയാണ്. കുറച്ച് അകലെയുള്ള ഒരു അരിപ്പയിൽ കൂടി ഇത് അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കട്ടി കുറഞ്ഞ, അതായത് വളരെ നൈസായിട്ടുള്ള പാലാട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. ഇപ്പം ഞാനിത് അരിച്ചിട്ടൊന്നുമില്ല, അല്ലാതെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് കട്ടിക്ക് വേണം എന്നുള്ളത് കൊണ്ട് കണ്ടാണ്. ഇതുപോലെ ഇത്രയും കട്ടിക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പം നൈസായിട്ട് വേണം എന്നുള്ളവർക്ക് ഇതൊന്ന് അരിച്ച് എടുക്കാം. ഞാനിവിടെ ഇതിനൊപ്പം കഴിക്കാനായിട്ട് ഒരു ചമ്മന്തിപ്പൊടി കൂടി ഉണ്ടാക്കുന്നുണ്ട്. ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ ഉഴുന്നിൻ്റെ പൊടിയില്ലേ, അത് അല്പം എണ്ണ ചേർത്ത് കുഴച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് എടുക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെയാണ് കഴിക്കുന്നത്. ഇഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കാം കേട്ടോ.